തിരുവനന്തപുരം ലോ അക്കാദമി അനിശ്ചിതകാലത്തേക്ക് അടച്ചു. നാളെ തുറന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് മാനേജ്മെന്റ് നടപടി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി പി മുഹമ്മദ് റിയാസിനെ കൊച്ചിയിൽ നടന്ന 10ാം അഖിലേന്ത്യാ സമ്മേളനം തെരഞ്ഞെടുത്തു. ബംഗാളിൽ നിന്നുള്ള അവോയ് മുഖർജി ജനറൽ സെക്രട്ടറിയായി തുടരും. എൻ ഷംസീറിനെ വൈസ് പ്രസിഡന്റായും എം സ്വരാജിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. പുതിയ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ 5 വനിതകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. സാലി മുഹമ്മദ് ചേരുകയാണ്. സമാപന സമ്മേളനം പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഞങ്ങൾക്ക് നല്ല പിന്തുണ നൽകിയ മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ സന്നിഹിതരാണ്. അവരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനം ഇന്നിവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ മഹാറാലി ഇന്നത്തെ ദിവസം ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ സമ്മേളനം പലതുകൊണ്ടും മാതൃകയായിട്ടാണ് നമ്മൾ സ്വീകരിച്ചത് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വച്ചത്. പരമാവധി ഗ്രീൻ പ്രോട്ടോകോൾ കാത്തു സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ഈ സമ്മേളനത്തിന്റെ സംഘാടനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുത്തത്. അത് തുടർ പ്രവർത്തനമായി ഈ സമ്മേളനത്തിന്റെ ഭാഗമായി രൂപം കൊടുത്ത പ്രവർത്തനങ്ങളെല്ലാം തുടർ പ്രവർത്തനങ്ങളായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ ഭാഗമായി ഇന്ന് ഈ മഹാറാലി രാത്രിയോടുകൂടി ഈ പൊതുസമ്മേളനം ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ ഡിവൈഎഫ്ഐ ജില്ലയിലെ സഖാക്കൾക്ക് വിശ്രമിക്കാനുള്ള ദിവസമല്ല, അതിരാവിലെ തന്നെ ഈ മറൈൻ ഡ്രൈവിലേക്ക് എത്തിച്ചേരുകയും ഇവിടെ വന്ന് ഇന്ന് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ വന്നു വീണ മാലിന്യങ്ങൾ മാറ്റി തീർക്കാൻ, പറക്കി മാറ്റാൻ ഈ ജില്ലയിലെ ചെറുപ്പക്കാർ നാളെ പ്രഭാതത്തിൽ തന്നെ നേതൃത്വം കൊടുക്കുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഊഷ്മളമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ നിന്നും വിടവാങ്ങുന്നു. വേദിയിലുള്ള സഖാവ് സീതാറാം യെച്ചൂരി, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി, ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് MA ബേബി, ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും പാലക്കാട് ലോകസഭാംഗവുമായ സഖാവ് MB രാജേഷ്, സഖാവ് P രാജീവ്, സഖാവ് M സ്വരാജ്, N ഷംസീർ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കളെ, സഖാക്കളെ, സഹോദരന്മാരെ, ഡിവൈഎഫ്ഐയുടെ 10ാം അഖിലേന്ത്യാ സമ്മേളനം കൊച്ചി കോൺഫറൻസ് മാതൃകാപരമായ സംഘാടനം കൊണ്ടും ഒരു നാട് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരിക്കുകയാണ്. സംഘാടനത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല. 1980 നവംബർ മാസം 3-ന് പഞ്ചാബിലെ ലുധിയാനയിൽ ഡിവൈഎഫ്ഐയുടെ 1ാം സമ്മേളനം ചേർന്നതിന് ശേഷം കോഴിക്കോട്, ചെന്നൈ, മുംബൈ, കൽക്കട്ട, തിരുവനന്തപുരം, അമൃതസർ, ചെന്നൈ, ബാംഗ്ലൂർ എന്നീ 9 സ്ഥലങ്ങളിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനങ്ങളും അതാത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിശോധിച്ച് സംഘടനാപരമായി ഡിവൈഎഫ്ഐ പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടെ നിശ്ചയിച്ച് മുന്നോട്ട് പോയ പാരമ്പര്യമാണ് ഡിവൈഎഫ്ഐക്കുള്ളത്. ഈ 10ാം സമ്മേളനം നടക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം മറ്റ് 9 സമ്മേളനങ്ങളുടെ ഘട്ടങ്ങളെക്കാൾ ഏറെ ഗൗരവമേറിയതും രാജ്യത്തെ ജനങ്ങളാകെ ഒറ്റുനോക്കുന്നതുമാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ഒരു മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം കിട്ടിക്കൊണ്ട് ഒരു സർക്കാരിനെ നയിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് 30 വർഷത്തിന് ശേഷമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടൊരു സർക്കാർ
വന്നിട്ടുള്ളത്. 1984 ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ച സർക്കാർ, അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് 89 VP സിംഗ്, പിന്നീട് ചന്ദ്രശേഖർ നയിച്ച സർക്കാരുകളിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 91 നരസിംഹറാവു സർക്കാർ, 96 ദേവഗൗഡ, IK ഗുജറാൾ മാറി ഭരിച്ച സർക്കാരുകൾ, അവരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 998, 99 വാജ്പേയി BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടല്ല ഒരു സർക്കാരിനെ നയിച്ചത്. 2004 2009 മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് സർക്കാരുകൾക്ക് പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 30 കൊല്ലത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേവല ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടൊരു സർക്കാരിനെ നയിക്കുന്നു. അതും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം നേടിയൊരു ഭരണം നടത്തുന്നു എന്നുള്ളതാണ് 10ാം DYFI ദേശീയ സമ്മേളനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ സർക്കാരിനെയും റിമോട്ട് കൺട്രോളിൽ ചലിപ്പിക്കുന്നത് RSS ആണ്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. ഇവിടെ സമുന്നതരായ നേതാക്കൾ സംസാരിക്കാനുണ്ട്. ഈ സർക്കാർ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ജനാധിപത്യം അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ്. അസഹിഷ്ണുതയുടെ മുഖമുദ്രയായി മാറുകയാണ്. രാജ്യത്ത് ജനാധിപത്യം ഈ സർക്കാർ, മോഡി സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിൽ നേരിട്ട് ഈ സമീപകാലത്ത് നാം ബോധ്യപ്പെട്ടത് DYFIയുടെ പതാക ജാഥയുമായി ബന്ധപ്പെട്ട അനുഭവമാണ്. DYFIയുടെ 10ാം അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പതാക ജാഥ DYFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് MA ബേബി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. ആ പതാക ജാഥ പിന്നീട് ആരംഭിച്ച് നാഗർകോവിൽ എത്തിയപ്പോൾ ശ്രീ നരേന്ദ്രമോദി സർക്കാരിലെ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പൊൻ രാധാകൃഷ്ണൻ എന്ന കേന്ദ്രമന്ത്രിയുടെ മണ്ഡലം കൂടിയായ നാഗർകോവിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി വളരെ അടുത്ത ബന്ധമുള്ള, നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ വളരെ ബോധപൂർവം DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പരസ്യ പ്രസ്താവന നൽകിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ തടയുന്ന സ്ഥിതി വന്നു. DYFI പ്രസ്ഥാനം നിരോധിക്കപ്പെട്ട സംഘടനയല്ല. DYFI പ്രസ്ഥാനം അതിന്റെ ദേശീയ സമ്മേളനത്തിൽ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സഖാവ് സതീശൻ ഇവിടെ സൂചിപ്പിച്ചു. ഈ രാജ്യത്ത് ഏറ്റവും അധികം മെമ്പർഷിപ്പുള്ള യുവജന പ്രസ്ഥാനമാണ് DYFI. ജനാധിപത്യ മുദ്രാവാക്യമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് DYFI. ആ DYFI പ്രസ്ഥാനത്തിന്റെ പതാക ജാഥയുടെ അനുഭവം ഇതാണെങ്കിൽ രാജ്യത്ത് മറ്റ് സംഘടനകളുടെ, വ്യക്തികളുടെ അവസ്ഥ എന്തായിരിക്കും? DYFIയുടെ പതാക ജാഥ തടഞ്ഞ പോലീസ് മേധാവികൾ ഞങ്ങളോട് പറഞ്ഞത്, ഈ ജാഥ ഇനി മുന്നോട്ട് പോകില്ല. മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ആരുടെയും കൈകളിൽ DYFIയുടെ പതാക ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നാണ്. ഞങ്ങൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, DYFIക്കാർ ജാഥയും പോകും, കൊടിയും പിടിക്കും. ഇത് DYFI എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. ജനാധിപത്യ ധ്വംസനം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. ജനാധിപത്യ ധ്വംസനത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ മുൻനിരയിൽ DYFI നിൽക്കണമെന്ന് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കും. ആ രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷയാണ് കൊച്ചി കോൺഫറൻസ്. DYFIയിൽ പ്രവർത്തിക്കുന്നവരുടെയോ നേരത്തെ DYFIയിലും മറ്റ് പുരോഗമന യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചവരുടെയോ മാത്രം പ്രതീക്ഷയായിരുന്നില്ല കൊച്ചി സമ്മേളനം. 10ാം DYFIയുടെ അഖിലേന്ത്യാ സമ്മേളനം ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, ഈ രാജ്യത്തെ സെക്യുലറിസം തകരരുത് എന്നാഗ്രഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറായ DYFI പ്രസ്ഥാനം അത് ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷയാണ് ഈ സമ്മേളനം. ആ നിലയിൽ രാഷ്ട്രീയമായ ഗൗരവമേറിയ വർത്തമാനകാല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് DYFI ഈ സമ്മേളനത്തെ കണ്ടു. സംഘടനാപരമായ ഒരുപാട് തീരുമാനങ്ങൾ DYFI കൈക്കൊണ്ടു. രാഷ്ട്രീയമായ ഗൗരവത്തോടു കൂടി സമ്മേളനത്തെ കണ്ടതാണ്. വൈവിധ്യമാർന്ന മേഖലകളിൽ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വ്യത്യസ്ത പ്രസ്ഥാനങ്ങളിലുള്ളവർ, വ്യത്യസ്ത ആശയങ്ങളിലുള്ളവർ, വ്യത്യസ്ത രീതികളിൽ നിലപാട് കൈക്കൊണ്ടവർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഈ പ്രക്ഷോഭത്തിനൊരു കോമൺ പ്ലാറ്റ്ഫോം നമ്മുടെ രാജ്യത്ത് യുവജനങ്ങൾക്കിടയിൽ, സമൂഹത്തിൽ ഉയർന്നു വരണം എന്നുള്ളവരുടെ പ്രതീക്ഷയായി ആ ഒത്തുചേരൽ മാറി. സംഘടനാപരമായി പുതിയ കാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെ ഇടപെടണം, ആ ഇടപെടൽ എങ്ങനെയാകും, അതിനുള്ള ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെ വരുത്തിക്കൊണ്ടാണ് DYFI മുന്നോട്ട് പോയിട്ടുള്ളത്. DYFI ഒരു സ്വതന്ത്ര യുവജന പ്രസ്ഥാനമാണ്. ഒരു സ്വതന്ത്ര യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ
ഈ രാജ്യത്തെ വ്യത്യസ്ത മേഖലകളിലുള്ള യുവജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കണം. ആ രീതിയിലേക്കുള്ള സംഘടനയായി DYFI സംഘടനയെ മാറ്റിയെടുക്കുന്ന നിലപാടുകൾ ഈ സമ്മേളനം കൈക്കൊണ്ടു. അങ്ങനെ മുന്നോട്ട് പോകുന്ന DYFIയുടെ സമ്മേളനമാണ് ഈ സമ്മേളനം. ഈ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി എറണാകുളത്തെ ടൗൺ ഹാളിൽ രൂപം കൊണ്ടത് മുതൽ ഈ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം നടക്കുന്നത് വരെ ഈ സമ്മേളനം ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. രാജ്യത്ത് മറ്റിടങ്ങളിൽ സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് മാത്രമല്ല, രാജ്യത്ത് ജനകീയമായി എങ്ങനെ ഭാവിയിൽ ഒരു യുവജന പ്രസ്ഥാനം ഇടപെടണം എന്നുള്ളതിന് കൂടി മാതൃകയായി ഈ സമ്മേളനം മാറിയിരിക്കുകയാണ്. കൂടുതലൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ കാവൽപടനായ സഖാവ് സീതാറാം യെച്ചൂരിയാണ്. സഖാവ് സീതാറാം യെച്ചൂരിയെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. DYFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റും MLAയുമായ സഖാവ് AN ഷംസീർ അതിന്റെ പരിഭാഷ നടത്തും. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, എനിക്ക് മലയാളം അറിയില്ല, മാതൃഭാഷ തെലുങ്കാന. So I'll speak in English, Comrade Shamsher will translate. Looking at the tens of thousands of youth here on the shores of the Arabian Sea, part of the Arabian Sea from where a large part of India's history was created, I am enthused to believe, looking at your enthusiasm and the successful 10th All India Conference that you have held, that like history was made in the past by various events that took place in these waters, today once again a new history is being made in India, and that history will be led by the Indian youth and its biggest organization, the DYFI, and I therefore convey my revolutionary greetings to all of you. 10ാമത് DYFIയുടെ അഖിലേന്ത്യാ സമ്മേളനം ഈ അറേബ്യൻ കടലിൻ്റെ തീരത്താണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ചരിത്രം രൂപപ്പെട്ടത് ഈ അറേബ്യൻ കടലിൻ്റെ തീരത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്, ഇത്തരത്തിൽ നിരവധി ചരിത്രങ്ങളും സംഭവങ്ങളും രൂപപ്പെട്ട ഈ മണ്ണിൽ ഇവിടെ 10ാമത് DYFIയുടെ അഖിലേന്ത്യാ യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത നമ്മുടെ യുവാക്കൾക്ക് ഒരു വലിയ മാറ്റം തന്നെ ഈ സമൂഹത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന വിശ്വാസമാണ് വളരെ ആവേശഭരിതരായ യുവാക്കളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. Because today India enjoys what is called a demographic advantage. Till 2020, nearly 2/3 of the Indian population will be youth. As of today, more than 60% of our people in India are less than 40 years of age. Why I am saying that you will make new history? Why I am saying that DYFI will lead to the creation of a new India? Is because to our youth in our country, if we are in a position to provide all our youth with education, all our youth with proper health, and all our youth with employment, then automatically a new and a better India is created. We do not require the patronage of anybody. India has today the resources. India has the resources to give all our youth education, health, and employment. But these resources today are being looted through various methods of omissions and commissions and scams. They are being looted with the rich becoming richer and the poor becoming poorer. In these 2 years of this BJP government led by Prime Minister Narendra Modi, the 1% of India who had controlled the proportion of the assets of our country, which used to be around 49% earlier, has now gone up to nearly 59%. 1% of India's population is today controls the assets equivalent to nearly 60% of our country's GDP. That is the inequality that is growing. If that can be stopped through proper policies, a better India where everybody can be prosperous and healthy can be created. And that has only to be created by all of you, because the future of India belongs to you. You are the inheritance of this country, and you will have to make that better India.
ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2020 എത്തുമ്പോഴേക്കും മൂന്നിൽ 2 ഭാഗം 40 വയസ്സിൽ ചൂടുള്ള ആളുകളായിരിക്കും. DYFI നയിക്കേണ്ടത് ഈ 40 വയസ്സിൽ ചൂടുള്ള ആളുകളെയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്, ഈ നിലയിലേക്ക് ഇന്ത്യ മാറുമ്പോൾ DYFIക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടാൽ നമ്മുടെ യുവാക്കൾക്ക് അത് സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണുള്ളത്. നമുക്ക് ആവശ്യമായ വിഭവങ്ങളുണ്ട്, വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ, ആരോഗ്യം പകർന്നു കൊടുക്കാൻ, തൊഴിൽ പകർന്നു കൊടുക്കാൻ. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. ആ വിഭവങ്ങൾ അഴിമതിയിലൂടെ, അതുപോലെ പല മേഖലയിലൂടെയും പല സമ്പന്നരും കൊള്ളയടിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നാം കണ്ടുവരുന്ന കാഴ്ച, സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരായി മാറുന്നു. BJPയുടെ ഭരണത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇത് തന്നെയാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു. രാജ്യത്തിൻ്റെ 1% സമ്പത്ത് ഇക്കാലം അത്രയും 49% ജനങ്ങളുടെ കൈവശമാണെങ്കിൽ ഇപ്പോൾ അത് 59%, ഏതാണ്ട് 60% വരുന്ന ജനങ്ങളുടെ കൈകളിലേക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത്, 1% വരുന്ന ആളുകളുടെ കൈകൾ ഈ രാജ്യത്തെ 60% വരുന്ന സമ്പത്ത് കൈവശപ്പെടുത്തിയിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ഇന്ത്യയിൽ യുവാക്കൾക്ക് സാധിക്കും. യുവാക്കളുടെ കൈകളിലാണ് ഈ രാജ്യത്തിൻ്റെ ഭാവിയുള്ളത്. ഒരു നല്ല ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ഇന്ത്യയിൽ യുവാക്കൾക്ക് സാധിക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതിനുള്ള പോരാട്ടത്തിന് DYFIക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. Today, the government at the center is facilitating newer and newer avenues of loot of our public resources. I'll come to that and to the new types of scams that are emerging in our country today. But yesterday, the Prime Minister, speaking at a rally in Uttar Pradesh where the elections are going on, he said that the BJP and the RSS are in a big struggle against what he called the scam. The scam, according to him, was the political combination or the political force of the BJP, Samajwadi, the Congress and Mayawati or the BSP. So he was trying to pun on the word scam, saying that it's a clean government that he heads and he wants to fight the scam. That we will examine shortly. But yes, if the Prime Minister is saying that he is fighting the scam, the RSS BJP are fighting the scam that they are fighting today, that SCAM, scam, does not stand for what the Prime Minister defined, but the SCAM stands for scheduled castes and minorities in our country. It is this government that is today completely against the scheduled castes and minorities, as we have seen through our own past experience. ഇന്ന് രാജ്യത്ത് BJP ഗവൺമെന്റ് പലതരത്തിൽ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. രാജ്യത്തിൻ്റെ പൊതുമുതൽ കൊള്ളയടിക്കാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് പലതരത്തിൽ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ റാലിയിൽ പ്രസംഗിച്ചു. BJPയും RSSും അഴിമതിക്കെതിരെ പോരാടുകയാണ്. BJPയും RSSും അഴിമതിക്കെതിരാണ്. അഴിമതി എന്നത് സ്കാം, തട്ടിപ്പ്, SCAM സ്കാം. പക്ഷേ അവർ സ്കാമിനെതിരെ പൊരുതുന്നുണ്ട്. അത് SCAM സ്കാം എന്ന് ഉദ്ദേശിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റും മൈനോറിറ്റിക്കുമെതിരെ, നമ്മുടെ രാജ്യത്തെ ദളിതുകൾക്കും മൈനോറിറ്റികൾക്കും എതിരെ നടത്തുന്ന പോരാട്ടമാണ്. ആ ദളിതുകൾക്കും മൈനോറിറ്റിക്കുമെതിരെയുള്ള പോരാട്ടമാണ് BJPയും RSSും ഇന്ന് രാജ്യത്ത് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്കാം എന്ന് ഉദ്ദേശിക്കുന്നത് BJPയുടെ മോഡിയുടെ ഭരണത്തിൽ സ്കാം എന്നത് ദളിതർക്കും മുസ്ലിങ്ങൾക്കും നേരെയുള്ള ആക്രമണമാണ്. We have seen what happened to Rohit Vemula. We have seen how Dalits have been murdered in Una in Gujarat. We have seen how Akhlaq was particularly murdered in daylight in Uttar Pradesh in the name of cow protection. We have seen how the private armies of the RSS BJP are today out to destroy the unity and integrity of our country by targeting the Dalits, the scheduled castes, the scheduled tribes and the minorities and women in our country. And this is not the India of the future that all of us aspire for. Whether to defeat this India of the future, you as the leaders of the largest largest organization of the democratic minded student of the youth in our country, you will have to take the lead in strengthening the fight against all this that is happening. നാം കണ്ടു രോഹിത് വെമുലയ്ക്ക് നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച്. പൂനെയിലും രാജ്യത്തെമ്പാടും ദളിതുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. എന്താണ് മുഹമ്മദ് അഖിലാഖ് എന്ന മനുഷ്യൻ ഉത്തർപ്രദേശിൽ സംഭവിച്ചത്? രാജ്യത്തെമ്പാടും ദളിതുകൾക്കും മുസ്ലിങ്ങൾക്കും നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു.
RSS ദളിതുകൾക്കും മുസ്ലിങ്ങൾക്കും നേരെ നടക്കുന്ന ഒരു അക്രമം നടത്തുന്ന ഒരു സ്വകാര്യ സേനയുമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭാവി അപകടത്തിലാണ്. തീർച്ചയായും ഇന്ത്യയുടെ ഭാവി അപകടത്തിലേക്ക് പോകുമ്പം ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം DYFI ആണ്. DYFIക്ക് ആ പങ്ക് നിർവഹിക്കാൻ സാധിക്കും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. Now you have seen what happened. അവർ മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത് ജനാധിപത്യം ദുർബലപ്പെടുത്താനുള്ള BJPയുടെ നീക്കത്തിന്റെ ഭാഗമാണ്. ഇത് പാർലമെന്റിനകത്ത് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടു. ഇത് പാർലമെന്റിനകത്ത് വീണ്ടും ഉന്നയിക്കപ്പെടും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. I said earlier that there is no dearth of resources in India to create a better India. But what is lacking is the correct policies. You're talking about the budget, just see what the budget has done. Demonetization of the Prime Minister, all of us know, has not achieved any one of the single purposes to which the Prime Minister announced that he's launched this demonetization. More money than what was withdrawn has now come back into the banks. That means black money has become white. Counterfeit currency has become legal. You're fighting terrorism after the surgical strikes of September 30. The number of Jawans guarding our country have been martyred by terrorist attacks. Double the number after the surgical strikes and after this demonetization. Corruption, by now every one of us knows that instead of a 1,000 rupee note, now people have to use a 2,000 rupee note. Corruption is double. So now nothing of this has been solved. On top of that has come this budget. When you talk about the wrong policies, what did the government's own economists tell the country? Because of demonetization, the economy has shrunk. The economy has shrunk, and therefore the budget has to expand the economy. The budget has to expand the purchasing power in the hands of our Indian people. Instead, what does the budget do? It reduces the total size of budgetary activity. Instead of expanding, this budget has reduced the size of your budget this year compared to the size it was as a proportion of our GDP last year. So instead of expanding our economy, expanding domestic demand, purchasing power in the hands of the people, it has actually narrowed it and squeezed it down. That means the miseries of demonetization will now be redoubled with the miseries of this budget. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യക്ക് ആവശ്യമായ വിഭവങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ആവശ്യമായ വിഭവങ്ങളെ വേണ്ടവിധം ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കേന്ദ്ര സർക്കാരിനാവുന്നില്ല. ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം നാണയം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ. നാണയം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ടായി എന്നാണ് പ്രചരിപ്പിച്ചത്. പക്ഷെ എന്താണ് വസ്തുത? പിൻവലിക്കപ്പെട്ട നോട്ടുകൾക്ക് തുല്യമായ നോട്ടുകൾ ബാങ്കിനകത്ത് തിരിച്ചെത്തി. അതുമാത്രമല്ല, കള്ളനോട്ടുകൾ നല്ല നോട്ടുകളായി മാറി. ടെററിസ്റ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു. ബ്ലാക്ക് മണി വൈറ്റ് മണിയായി മാറി. ഇതാണുണ്ടായത്. അഴിമതി വർദ്ധിപ്പിച്ചു. 1000 രൂപയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 2000 മാറിയപ്പോൾ അഴിമതി വളരുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. ഇവിടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെ സൂചിപ്പിച്ചത് നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുമെന്നായിരുന്നു. പക്ഷേ സാമ്പത്തിക നില മെച്ചപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബഡ്ജറ്റ് സൂചിപ്പിച്ചത് നമ്മുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുമെന്നാണ്. പക്ഷേ വാങ്ങൽ ശേഷി വർദ്ധിച്ചോ? വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. വാങ്ങൽ ശേഷി കുറഞ്ഞ കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. ബഡ്ജറ്റ് എല്ലാ അർത്ഥത്തിലും പരാജയമാണ്. നമ്മുടെ ആളോഹരി വരുമാനം കുറഞ്ഞു. ഇന്ത്യൻ സമ്പദ്ഘടന തകർന്നു. ഈ രാജ്യത്തിന്റെ ബഡ്ജറ്റ് വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനാണ്, വികസിപ്പിക്കാനാണ് എന്ന് പറഞ്ഞതെങ്കിൽ യഥാർത്ഥത്തിൽ വാങ്ങൽ ശേഷി കുറയുന്നതും നമ്മുടെ സമ്പദ്ഘടന താഴോട്ട് പോകുന്ന കാഴ്ചയുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനങ്ങളുടെ ദുരിതങ്ങൾ ഏറുന്നു. നാണയ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയും നമ്മുടെ നാടിന്റെ സമ്പദ്ഘടന തകർന്നു പോകുന്ന കാഴ്ചയുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഗൗരവമായ രീതിയിൽ ഇത്തരം വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. We spoke of a better India when the youth will get employment. Instead, what has this budget done? It reduced in terms of our GDP the percentage of expenditure on capital expenditure, that is on public investments. They have been reduced. Already because of demonetization, your informal sector has been ruined. Informal sector that contributes 45% to our country's GDP, 80% to our country's employment, that has been ruined. The Labour Bureau informs that in 3 months of demonetization,
Instead of adding new jobs, in 8 core industries, 55,000 jobs were lost. Modi promised 2 crores of jobs every year. Instead of that, there is an absolute loss of jobs. And on top of that, investment reduces. We talked of increasing the purchasing power in the hands of the people. What does the budget do? It reduces direct taxes. Direct taxes reduction means more concessions to the rich. It reduces direct taxes by 20,000 crores, increases indirect taxes by 75,000 crores. That is burdening all the common people. So the net result is the example of what you in the DYFI, what the Indian youth and what the Indian people want of creating a better economy by using our available resources. Instead, our available resources are put at the mercy of loot of foreign and Indian big monopoly capital, and what the people require is not being done. Concrete allocations. Rural employment. They announced great fanfare that the highest amount they have sanctioning this year. But that highest amount is only 600 crores more than what it was last year. So this whole exercise is actually to once again create avenues for the rich to become richer further and deprive the Indian youth of what is required for their prosperity and for building a better India. മോഡിയുടെ ഭരണത്തിൽ നമ്മൾ കണ്ടു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്കാം എന്നതിനെ കുറിച്ച്. നമ്മുടെ ദളിതർക്ക്, പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും യാതൊരു രക്ഷയും ഈ ഭരണത്തിലില്ല. പ്ലാനിംഗ് കമ്മീഷൻ നേരത്തെ ഇവർ പിരിച്ചുവിട്ടു, നീതി ആയോഗ് മാറ്റി. പ്ലാനിംഗ് കമ്മീഷൻ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഇവർ പട്ടികജാതിക്കാർക്ക് വേണ്ടി 1.48% നീക്കിവെച്ചത്. പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി 2.4% നീക്കിവെച്ചത്. അതുപോലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി 5.3% നീക്കിവെച്ചിട്ടുള്ളത്. മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പണം നീക്കിവെക്കും എന്ന് പറയുകയല്ലാതെ അതിനും ആവശ്യമായ ഫണ്ടുകൾ നീക്കിവെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഗ്രാമീണ ജനതയെ രക്ഷിക്കാൻ പദ്ധതികൾ തയ്യാറാക്കും എന്ന് പ്രഖ്യാപിച്ചു, അതും നടന്നില്ല. ഏതാണ്ട് 600 കോടി രൂപയാണ് അതിന് മാറ്റി വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമ്പന്നർ കൂടുതൽ സമ്പന്നരായി മാറാനും ദരിദ്രർ കൂടുതൽ ദരിദ്രരായി മാറാനും യുവാക്കളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കി മാറ്റാനുമാണ്. യുവാക്കളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമായി മാറുന്ന കാഴ്ചയാണ് ബിജെപിയുടെ ഭരണത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിജെപി ഭരണം പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്കും സമ്പന്നർക്കും വേണ്ടിയാണ് എന്നതാണ് ഈ 3 വർഷം തികയാൻ പോകുന്ന ഘട്ടത്തിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. He gives us moral lectures on controlling electoral funding by political parties. If the Prime Minister was serious, or this big government is serious about checking the expenditure of political parties during elections and corrupt practices and the influence of money power on politics in India today, at least 2 minimum steps they must undertake, which we have been asking but they are refusing. First, ban all donations by corporates to political parties. Let the corporates donate to Indian democracy to a central fund by the government or the Election Commission, and then start a process of state funding of elections like it takes place in many developed countries today. Unless you do that, you cannot stop the supply side of corruption, which is the fountainhead of corruption in our country today. Secondly, put a ceiling on expenditures of political parties. Today you have ceiling on candidates in elections, but no ceiling on the political parties. And because of this lacunae, the money power grows in our country. But if you don't take any steps on these 2 points, all other thing is only a gimmick, is only to befool the people. So what we have today is a set of slogans which the Prime Minister has been giving for the last 2 years. A set of slogans and not meaningful policies to create a better India, for which all of you have gathered and all of you have discussed in your conference for the last few days. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ്. പ്രധാനമന്ത്രിയും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അഴിമതി അവസാനിപ്പിക്കണമെന്ന് ആത്മാർത്ഥ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എടുക്കേണ്ട 2 സ്റ്റെപ്പുകൾ, നടപടികൾ ഇപ്രകാരമാണ്. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന ഫണ്ട് വാങ്ങാൻ പാടില്ല എന്ന ഉത്തരവിറക്കണം, അല്ലെങ്കിൽ നിരോധിക്കണം. അതോടൊപ്പം കോർപ്പറേറ്റുകളോട് ഗവൺമെൻറ്റിന് ഫണ്ട് നൽകുക, ഗവൺമെൻറ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യട്ടെ,
എപ്രകാരം വികസിത രാജ്യങ്ങൾക്ക് നടപ്പിലാക്കുന്ന രീതിയിൽ ഗവൺമെന്റിന് കോർപ്പറേറ്റുകൾ ഫണ്ട് നൽകുകയും കോർപ്പറേറ്റുകൾ നൽകുന്ന ഫണ്ട് ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നീക്കിവെക്കുന്ന രീതിയും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പണത്തിന്റെ ഒഴുക്ക് നമുക്ക് തടയാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ നടപടി. രണ്ടാമത്തത് എക്സ്പെൻഡിച്ചർ, ചെലവിന് നിയന്ത്രണം ഉണ്ടാക്കണം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെലവുകൾക്ക് നിയന്ത്രണമില്ല, സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണുള്ളത്. സ്ഥാനാർത്ഥികളുടെ ചെലവ് മാത്രം നിയന്ത്രിച്ചതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പണത്തിന്റെ ഒഴുക്ക് തടയാൻ സാധിക്കില്ല. സ്ഥാനാർത്ഥികളുടെ പണം നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ടും നിയന്ത്രിക്കാൻ സാധിക്കണം. അങ്ങനെ നിയന്ത്രിച്ചാൽ മാത്രമേ, അവർക്കും ഒരു എമൗണ്ട് നിശ്ചയിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അത്തരത്തിലൊരു നീക്കം നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നരേന്ദ്രമോദി നിങ്ങൾക്കറിയാം, ജനങ്ങളെ പറ്റിച്ചും തട്ടിപ്പ് നടത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. കുറെ ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന കുറെ നമ്പറുകൾക്കപ്പുറത്ത് ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ മോഡിയുടെ ഭരണത്തിലാവില്ല. നിങ്ങൾക്കറിയാം, മോഡി മുദ്രാവാക്യങ്ങൾ, കുറെ സ്ലോഗനുകൾ മുന്നോട്ട് വെക്കുന്ന, കുറെ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനമന്ത്രി മാത്രമാണ്. നിരവധി മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കും. ആ മുദ്രാവാക്യങ്ങളോട് ഏതെങ്കിലും തരത്തിൽ നീതി പുലർത്താൻ നരേന്ദ്രമോദിയുടെ ഭരണത്തിനായിട്ടുണ്ടോ നാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ മോഡിയുടെ ഭരണത്തിനിടയിൽ എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടു. അതിലേതെങ്കിലും മുദ്രാവാക്യം ജനപക്ഷ മുദ്രാവാക്യമാണെന്ന് ഒരു ഭാഗത്ത് ഉന്നയിക്കുകയും അതിലേതെങ്കിലും മുദ്രാവാക്യം ആത്മാർത്ഥമായി നടപ്പിലാക്കാൻ മോഡിയുടെ ഭാഗത്ത് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ മോഡി ആളുകളെ പറ്റിച്ചും ഗിമ്മിക്ക് നടത്തിയും പോകുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അത്തരത്തിൽ നടപടി മാത്രമേ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് മേഖലയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കും എന്ന് വിശ്വസിക്കാൻ, തെരഞ്ഞെടുപ്പ് മേഖലയിലെ പണത്തിന്റെ ഒഴുക്ക് തടയാൻ സാധിക്കും മോഡിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. That is why today, as I said, youth is the majority of India, and the people of India expect from all of you that you will launch powerful movements, powerful struggles in order to force the Indian ruling classes and this government to change the policy direction in favor of creating prosperity for our youth and people and creating a better India. You must ask, if today our banks were in a crisis because of unpaid loans by our big corporates to the tune of 11 lakh crores of rupees, through the demonetization, you and me and normal people were not allowed to withdraw their own money from the banks, and as a result, the banks that were about to collapse because of the dues taken by the corporates, those banks were saved by the Indian people being put into misery. You must demand, confiscate the properties of all the Indian corporates who are not returning the loans taken from the Indian banking system. But you cannot penalize Indians, hard-working Indians, and stop them from drawing their own money or putting restrictions on drawing their own money from the banks. So instead of penalizing the rich who are looting the country, they are penalizing the poor, and they are following policies that will facilitate such loot more. On all such issues, the people expect the Indian youth to take the lead, to force the government to change its policies in the direction which are pro-people for creating a better India. And that expectation of the Indian people on the Indian youth cannot be fulfilled unless the DYFI takes the lead, because as I said, you are the largest organization, the DYFI, of the democratic youth of our country. So this is the challenge today in this present conditions, and I am sure that looking at all of you, you will rise to this occasion and meet this challenge and move forward to creating a better India. And our Honorable Chief Minister has been raising and fighting with this issue in the center, that the grain to be supplied to the state of Kerala is being curtailed, and states like Kerala are being asked, you go and purchase from the open market. The Kisan is not getting his minimum support price, but the prices are rising in the open market, which means what? Again, the Modi government is creating facilities for money making through speculative trading, and then starving the public distribution in Kerala, which is one of the best in our country, the public distribution of Kerala from the required grains. This cannot be allowed. This will have to be fought against. So that is where the DYFI has to play an important role. There are many such issues.
instead of waiving the loans of the corporates? Why doesn't the government waive the loans of our distressed Kisans? Why is there no loan waiver for the Kisans, but why is the bad debts of the corporates to the tune of 1.12 lakh crore waived last year? These are the issues that you will have to join with the ruling classes in the government. So on the one hand, powerful movements, the other hand, joining the battle of ideas. You inherit the legacy of Bhagat Singh, of Punnaprabha Vailar, of the entire history of struggle of the youth of our country at various points of time. That legacy that you inherit today will have to be carried forward. And finally, I'll only like to say, continue. Finally, I would only like to say, every day now, new documents are appearing of the old files of the CIA and the National Security Council of the United States of America. Yesterday, a new file has been opened where they have said that the 1957 EMS Namboodiripad government should not be allowed to continue. Because if they continue, the influence of the left will grow in India, and therefore that government cannot be allowed to continue. How to dismiss? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എന്താ നടക്കുന്നത് നിങ്ങൾക്കറിയാം. കൃഷിക്കാർ വലിയ ദുരിതത്തിലാണ്. കർഷക ആത്മഹത്യ പെരുകുന്നു. കാർഷിക കടം കൊണ്ട് കർഷക ആത്മഹത്യ പെരുകി, അത് 26% ഉയർന്നു. അതുപോലെ തന്നെ നാണയം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടും കർഷകർ പ്രതിസന്ധിയിലായി. അവർ ഉൽപ്പാദിപ്പിക്കുന്ന നാണ്യവിളകൾക്ക് വിലയില്ലാതായി. അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ വാങ്ങിക്കാൻ ആളയില്ലാതായി. അതിൻ്റെ ഭാഗമായി കൂടിയാണ് കർഷക ആത്മഹത്യ പെരുകാനിടയായിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം കേരളം, നമുക്കറിയാം, നമ്മുടെ സഖാവ് പിണറായി, PB മെമ്പർ പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഉൾപ്പെടെ സമരത്തിലാണ്. കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ കേന്ദ്രം നൽകുന്നില്ല. കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ നൽകാതെ അത് നിയന്ത്രിച്ചുകൊണ്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കണം എന്നാണ് ഈ സർക്കാർ പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത്. അതുമാത്രമല്ല, ഓപ്പൺ മാർക്കറ്റിനകത്ത് വില വർദ്ധിക്കുന്നു. ഓപ്പൺ മാർക്കറ്റിനകത്ത് വില വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഗുണം കൃഷിക്കാർക്ക് ലഭിക്കുന്നുണ്ടോ? കൃഷിക്കാർക്ക് ലഭിക്കുന്നില്ല. താങ്ങുവില വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓപ്പൺ മാർക്കറ്റിനകത്ത് വില വർദ്ധിക്കുമ്പോഴും കർഷകർക്ക് ഒരു സഹായവും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് പണമുണ്ടാക്കുന്ന പുതിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഊഹക്കച്ചവടത്തിലൂടെ പണം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. കേരളം ഏറെ പേര് കേട്ടത് പൊതുവിതരണ സംവിധാനത്തിനാണ്. കേരളം ഇന്ത്യക്ക് മാതൃകയായ ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിതരണ സംവിധാനമുള്ള നാടാണ്. ഈ കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ വലിയ നിലയിലുള്ള ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഈ ഒരു വിഷയം കൂടി DYFI ഏറ്റെടുക്കാൻ സാധിക്കണം. DYFI ഈ ഒരു വിഷയം കൂടി ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കണം. കേരളത്തിന് ആവശ്യമായ ധാന്യങ്ങൾ ലഭിക്കാൻ, കേരളത്തിന് ആവശ്യമായ ധാന്യങ്ങൾ ലഭിക്കാൻ ആവശ്യമായ പോരാട്ടങ്ങൾക്ക് DYFI പങ്കുവഹിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കർഷകരുടെ ലോണ് എഴുതിത്തള്ളാൻ തയ്യാറാകുന്നില്ല. കോർപ്പറേറ്റുകളുടെ ലോൺ എഴുതിത്തള്ളാൻ തയ്യാറാകുന്നവർ എന്തുകൊണ്ട് കർഷകരുടെ ലോൺ എഴുതിത്തള്ളുന്നില്ല? എന്തുകൊണ്ട് കർഷകർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു? പോയ വർഷം തന്നെ 1.12 ലക്ഷം കോടി രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പണം എഴുതിത്തള്ളാൻ ഇവർക്കൊരു മടിയും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം, എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിന് മഹിതമായൊരു പൈതൃകമുണ്ട്. DYFIക്ക് മഹിതമായൊരു പൈതൃകമുണ്ട്. ആ പൈതൃകം ഭഗത് സിംഗിന്റെ പൈതൃകമാണ്, പുന്നപ്ര വയലാറിന്റെ പൈതൃകമാണ്. പുന്നപ്ര വയലാറിന്റെയും ഭഗത് സിംഗിന്റെയും പൈതൃകമുള്ള DYFI ഈ പ്രശ്നം കൂടി പൊതുസമൂഹത്തിന് ഉയർത്തിക്കൊണ്ടുവരുന്ന തീപാർന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ ഓരോ ദിവസവും ഓരോ വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. CIA-യുടെ ഓരോ റിപ്പോർട്ടുകളും ചോർന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. CIA-യുടെ വാർത്തകൾ പുറത്തു വരുന്നു. ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ എന്താണ് റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 1957 EMS സർക്കാരിനെ അട്ടിമറിക്കാൻ അന്ന് CIA നടത്തിയ ഇടപെടലുകളുടെ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരന്തരം CIA ഉൾപ്പെടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ 57 വിമോചന സമരത്തിന്റെ കഥകൾ ഉൾപ്പെടെ ഇപ്പോൾ CIA-യുടെ രേഖകൾ പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കുന്നു, കൂടുതൽ വാർത്തകൾ കൂടി ഒരു പക്ഷേ പുറത്തു വന്നേക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. This is happening because there is a 60-year embargo USA has imposed on their own classified files. 2017, 60 years is over. All these files are now coming out. So what does CIA recommend? He recommends to the Indian ruling classes, create a law and order situation in the state of Kerala and use that to protect the communist government and the left government.
We all know that history. They dismissed that government. But again in 1967, the left government again came back. They dismissed that government. Then in 1978-79, again the left government came back. Whether it's EMS Namboodiripad, Comrade E.K. Nayanar, Comrade V.S. Achyutanandan, or now Comrade Pinarayi Vijayan. Whenever they tried to destabilize, people of Kerala had made sure that their efforts will not succeed. Today, this government of Narendra Modi and the BJP and the RSS are also seeking to create, through violence, through certain problems, but of attacks and killings on the left democratic movement in our country, of our cadres and leaders, to create that sort of a situation in the state of Kerala. That cannot and will not be allowed, not only for Kerala's future, but for India's future and the future of Indian democracy. That is why today, if any effort is being done to destabilize this Pinarayi government in Kerala, that will be an effort to destabilize democracy in our country that will have to be fought. And the Prime Minister Narendra Modi, the RSS, BJP must be told, come and look at this crowd here. Come, look at the youth of Kerala who are standing here. This youth of Kerala, they have defended democracy in the past. They have fought fascistic forces in the past, and they are determined to fight them once again. So today, remember, both the Prime Minister, the RSS and the BJP, that the youth of Kerala will rise, not only to defend Kerala, but to defend India and to create a better India for all of us. With this confidence, after seeing all of you and your enthusiasm, I convey my revolutionary greetings to all of you, and we are looking forward to joining all the youth of our country in the creation of a much better, prosperous India in the future. Inqilab Zindabad. പ്രവർത്തകന്മാർ വേട്ടയാടപ്പെടുന്നു, നമ്മുടെ പ്രവർത്തകന്മാർ ആക്രമിക്കപ്പെടുന്നു, പാർട്ടി സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആക്രമിക്കപ്പെടുന്നു. ഇങ്ങനെ കേരളത്തിൽ ക്രമസമാധാന തകർച്ചയാണ് എന്ന് വരുത്തി തീർത്ത് കേരളത്തിൽ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ശ്രമവും കേരളത്തിലെ സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കവുമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർക്കാവണം. എന്താണ് ഇപ്പൊ നടക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇവിടെ നമുക്ക് ഈ രാജ്യത്തെ, സംസ്ഥാനത്തെ, കേരളത്തിലെ ജനാധിപത്യം ദുർബലപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം ദുർബലപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം ശക്തിപ്പെടുത്താൻ കേരളത്തിലെ ജനാധിപത്യ സർക്കാരിനെ നമുക്ക് സംരക്ഷിക്കണം. നമുക്ക് മോഡിയെ ഇങ്ങോട്ട് ക്ഷണിക്കണം. മോഡി വന്ന് കാണണം കേരളത്തിലെ യുവാക്കളുടെ ഈ ശക്തിയെ. കേരളത്തിലെ യുവാക്കളുടെ ഈ ശക്തി കാണാൻ നരേന്ദ്രമോദിയും കൂട്ടാളികളും ഇവിടെ വരണം. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്, ഈ സർക്കാരിനെ പിന്തുണക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ സാധിക്കണം, ഇടതുപക്ഷ ജനാധിപത്യം ഈ സർക്കാരിനെ തകർക്കാനുള്ള, അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ യുവാക്കൾ മുന്നോട്ട് വരണം. ഒരു വിധേനയും ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരു ശക്തികളെയും അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമായി ഡിവൈഎഫ്ഐയുടെ ഈ സമ്മേളനം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകുന്നതല്ല. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം കേരളത്തിൽ നടന്നു എന്നുള്ളതല്ല പ്രത്യേകത. ലോക സാമ്രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകളുടെ ആദ്യ രക്തസാക്ഷിത്വമാണ് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം. നമ്മുടെ രാജ്യം പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശങ്ങൾ ഹനിക്കുന്നതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ്. ഒരർത്ഥത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് കൂത്തുപറമ്പിൽ നടന്നത്. 5 സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു. സഖാവ് പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്, നമുക്കറിയാം. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുവാനുള്ള പോരാട്ടമാണെന്നും ആ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച പുഷ്പനെ, ഡിവൈഎഫ്ഐക്കാരുടെ ചങ്കിലെ ചോരയായ പുഷ്പനെ ഓർത്ത ഒരു സർക്കാരിനെ നയിക്കുന്ന സഖാവ് പിണറായി, ആ നിലയിൽ ഡിവൈഎഫ്ഐ ഓർക്കുകയാണ്. ഈ 13 വീടുകളുടെ താക്കോൽ നൽകാൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ സഖാവ് പിണറായിയെ ക്ഷണിക്കുകയാണ്.